ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് വ്ലോഗ് എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാമ്പർ ബോക്സുമായിട്ടാണ്. ഗിഫ്റ്റ് ഹാമ്പറാണ്. നമുക്ക് എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷനൊക്കെ ഹാമ്പറായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഒരു ബോക്സിന് പകരം ഒരു സ്റ്റാൻഡ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഫില്ല് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മിഠായിയും ഡ്രസ്സും എന്ത് വേണമെങ്കിലും ഇതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ചെറിയ ബോക്സാണ് ഉണ്ടാക്കുന്നത്. 25 സെൻറ്റിമീറ്റർ നീളം വീതിയാണ് ആ ചെറിയ ബോക്സിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ വെക്കുന്നതും 25 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ച് വേണം, കാരണം നമ്മൾ ആ ഒരു ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് അവിടെ വേണം. അതുകൊണ്ടാണ് 1 സെൻറ്റിമീറ്റർ നീളം കുറയ്ക്കാൻ പറയുന്നത്. പിന്നെ ആ ഒരു സൈഡിലുള്ളതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ ആണ്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ബൗണ്ട് എന്നുള്ളൊരു ഗമ്മായിരുന്നു, പക്ഷെ അത് നന്നായിട്ട് ഒട്ടി വരുന്നില്ല. ഫ്ലെക്സ് ക്യൂക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക. ഇങ്ങനെ 4 കോർണറും നമ്മൾ ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെറിയ ബോക്സ്. ഇത് നമുക്ക് വലിയ ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് 30 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ബേസ് വരുന്നത്, നീളം വീതിയും. പിന്നെ 2.5 തന്നെയാണ് അതിൻ്റെ സൈഡിലെടുക്കുന്നതിൻ്റെ വീതി വരുന്നത്. അപ്പം 2.5 അതും കട്ട് ചെയ്ത് 4 പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ച് വെക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നുണ്ട്. പിന്നെ 4 സൈഡുകളും ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. സൈഡിലെടുക്കുന്നത് ചെറിയൊരു സെൻറ്റിമീറ്ററിൻ്റെ വേരിയേഷൻ നമ്മൾ എടുക്കണം കേട്ടോ. കാരണം 30 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കുറച്ചൊന്ന് മുറിക്കാനുണ്ടാവും. അപ്പം ഒരു 1 സെൻറ്റിമീറ്റർ എല്ലാത്തിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. നമ്മളെ വലിയ ബോക്സും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ബോക്സും ചെറിയ ബോക്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് നമ്മളൊരു 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് 2.5 സെൻറ്റിമീറ്റർ വീതിയിൽ അതെടുത്തിട്ട് നമ്മൾ ഒരുതുന്ന പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡ് ഇങ്ങനെ ഒരുതി കൊടുക്കുക. അത് നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വീണ് പോവാതിരിക്കാനും നല്ല ബാലൻസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഗം യൂസ് ചെയ്തിട്ട് എല്ലാ പോർഷനും ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു 2 പീസിൻ്റെയും 4 വശങ്ങളും ഇങ്ങനെ ഒരുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തും ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ഇതേ ഒരു അളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെയും 2 സൈഡും ഇങ്ങനെ ഒരുതി കൊടുത്തിട്ട് ഗം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ പീസുകളിങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമ്മളതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും ഇതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിഷ്ടമുള്ള അത്ര പീസ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിന് 2-3 പീസാണെങ്കിൽ ഇങ്ങനെ വരിക്ക് ഒട്ടിച്ചെടുക്കുക. നമ്മളെ ഇഷ്ടം, നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചു. ഇനി ഒരു ചെറിയ പീസ് ഫോം ബോർഡിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു വശം 17.5 ഒരു വശം 16. അത് നമ്മൾ ഇതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു
ഗ്യാപ്പിൽ അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഫോം ബോർഡിൽ കട്ട് ചെയ്തെടുത്തത്. നമ്മളിത് മൊത്തം ഉണ്ടാക്കുന്നത് ഫോം ബോർഡിലാണ് കേട്ടോ. പിന്നെ ഓരോ ചെറിയ പീസുകളിലും ഇങ്ങനെ പശ തേച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലില്ല അവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. കാരണം നമ്മളിതിൻ്റെ മുകളിലേക്കാണ് ആ ഒരു ചെറിയ ബോക്സ് വെക്കുന്നത്. അപ്പം നന്നായിട്ട് അവിടെ ഫിക്സായിട്ട് കിട്ടണം. അപ്പം അതൊന്ന് ഊരിപ്പോരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിപ്പോവാതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു പീസ് കൂടി ഇങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്, ബോക്സ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കറക്റ്റായിട്ടുള്ള സ്ക്വയർ ഷേപ്പുള്ളൊരു പീസ് കൂടി ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസിൻ്റെയും നടുക്കായിട്ട് വേറൊരു പീസ് വെക്കാം. അതിന് 2 പീസിലും നന്നായിട്ട് ഗം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പീസ്, ഇതൊക്കെ ലെങ്ത്ത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഉണ്ടാക്കി വരുമ്പം ഏത് ലെങ്ത്താണോ അതിനനുസരിച്ച് വേണം ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വെക്കുക. ഇതൊക്കെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ആ ഒരു ചെറിയ ബോക്സ് വെക്കുന്നത്. അപ്പം അത് നന്നായിട്ട് കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 പീസ് കൂടി കട്ട് ചെയ്ത് അതിൻ്റെ ഇപ്പുറവും ഇതുപോലെ തന്നെ ക്രോസ് ആക്കി വെക്കുക. എന്നിട്ട് ഇതിലെല്ലാം നന്നായിട്ട് പശ തേച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറിയ ബോക്സ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. ഈ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ കസിൻ ബ്രദേഴ്സാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറിയ ബോക്സ് വെക്കാം. ഈ ഒരു ബോക്സിൽ നമുക്ക് അത്യാവശ്യം വെയിറ്റുള്ളതെല്ലാം ഇടാം കേട്ടോ. അതായത് വലിയ വെയിറ്റുള്ളതല്ല, നമ്മളെ ഡ്രസ്സുകൾ, അത്യാവശ്യം വെയിറ്റുള്ള മിഠായി ഒക്കെ ഇട്ടാലും ഒന്നും പറ്റില്ല. നല്ലതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിക്സായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റുള്ള എന്തും നമുക്കിതിൽ വെക്കാം. ഈ 3 സ്റ്റാൻഡ് പോലാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അടിയിലത്തിലും മുകളിലത്തിലും നല്ലതുപോലെ മിഠായും നടുവിലത്തേക്ക് ഫ്രെയിമും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്രസ്സുകളാണെങ്കിലും അടിയിലും മുകളിലും ഡ്രസ്സും അതിൻ്റെ നടുവുള്ളതിൽ സ്പ്രേ അല്ലെങ്കിൽ മിഠായി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഷർട്ടും പെർഫ്യൂംസും ഒക്കെയാണ് വെച്ചത്. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സെറ്റ് ഇത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഒരു മോഡലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.